നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുള്ളതാണ് ഈ ഫയർഫോക്സിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫിക്സി ബൈക്ക്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചെയ്ത മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ കളർ ബൈക്കായിരുന്നു. ഇത് നമ്മൾ കളർ മാറ്റി, അതുപോലെ തന്നെ നമ്മൾ റിംസും കാര്യങ്ങളും എല്ലാം പൗഡർ കോട്ട് ചെയ്തു. അപ്പോഴും നമുക്കൊരു ചലഞ്ചായിട്ടിരുന്നത് ഇതിൻ്റെ ടയർ സൈസായിരുന്നു. ഈ ഒരു ചെറിയ ടയർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എന്നും പഞ്ചറായിരുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടത്തിൻ്റെ പഞ്ചർ പ്രൊട്ടക്ഷൻ ടയർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ധൈര്യത്തോടുകൂടി നമ്മൾ ആ പഞ്ചർ പ്രൊട്ടക്ഷൻ ടയർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പഞ്ചറിനെ പേടിക്കേണ്ട. ബേസിക്കലി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വരുന്നത് കോണ്ടോയുടെ ഹബ്ബാണ്. അതെല്ലാം നമ്മൾ ഫുൾ സർവീസ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്സെറ്റ് എല്ലാം റീപ്ലേസ് ചെയ്ത് നമ്മൾ ടാങ്കിൻ സാക്കിയുടെ ഹെഡ്സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. സിംഗ്രോസിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ ബോണ്ട് റൈജറിൻ്റെ ഹാൻഡിൽ ബാറും പിന്നെ നമ്മൾ സിംഗ്രോസിൻ്റെ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീറ്റും മാറി സിംഗ്രോസ് ആക്കിയിട്ടുണ്ട്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ FSIയുടെ 50 ടീത്തുള്ള ക്രാങ്ക് കൊടുത്തു. റിയറിൽ നമ്മൾ ഇതിൽ കമ്പനി വന്ന സ്റ്റോക്ക് ഫ്രീ വീൽ തന്നെയാണ് കിടക്കുന്നത്. അത് നമ്മൾ മാറ്റാനുള്ള പ്ലാനുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രേക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ MKSൻ്റെ പെഡലും വെച്ചിട്ടുണ്ട്. ശരിക്കും നോക്കിയേ, അല്ല സുന്ദരക്കുട്ടനായിട്ടല്ലേ നമ്മുടെ ഈ ഒരു സിംഗിൾ സ്പീഡ് സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡേഷൻ നടത്തിയിരിക്കുന്നത് നമ്മുടെ ഹബീബാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം.